EDയെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം PMLA ആക്ട് പ്രകാരമോ മറ്റ് ഫ്രോഡുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നോക്കാൻ സാധിക്കുക. മറിച്ച് അതിന്റെ അപ്പുറത്ത് നടന്നിട്ടുള്ള കരിമണലുമായി നടക്കുന്ന ബന്ധപ്പെട്ട അഴിമതിയും CMRL സർക്കാർ കൊടുക്കുന്ന വിട്ടുവീഴ്ചയും പല കാര്യങ്ങളിലും കർത്തയുടെ കാര്യങ്ങളിൽ സർക്കാർ കണ്ണടച്ചതുമായിട്ടുള്ള വിഷയങ്ങളിലുമൊക്കെ അന്വേഷിക്കേണ്ടത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അതെന്തുകൊണ്ട് വീണാ വിജയൻ അടക്കമുള്ള പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് ED കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്താണ് ഈ മൊഴികളുള്ളത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ മാധ്യമ സൃഷ്ടിയാണ് എന്ന പിണറായി വിജയന്റെ ന്യായീകരണത്തെ ഇന്ന് ഈ റിപ്പോർട്ടുകൾ കൃത്യമായി വരുമ്പോൾ അത് മാധ്യമ സൃഷ്ടിയല്ല, അത് കൃത്യമായ റിപ്പോർട്ടുകൾ തന്നെയാണ്, അത് അഡ്ജസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് മുമ്പിൽ കൊടുത്തതാണ് എന്നുള്ള ബോധ്യം വരുമ്പോൾ ഇന്നലെ പറഞ്ഞ വാക്ക് വിഴുങ്ങിക്കൊണ്ടത് യാഥാർത്ഥ്യമാണ് എന്ന് പിണറായി വിജയനും അങ്ങും ന്യായീകരിച്ച് അങ്ങും അംഗീകരിക്കുമല്ലോ. ഈ ഭരണത്തിൽ ഇടതുപക്ഷം വന്നതിന് ശേഷം ഈ പെൺകുട്ടിയുടെ കമ്പനികൾ, അതിന്റെ വളർച്ചകൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പെൻഷൻ പറ്റിയ പൈസ കൊണ്ടുണ്ടാക്കിയ ചെറിയ സ്ഥാപനമെന്ന് നിങ്ങൾ ആദ്യം തന്നെ ന്യായീകരിച്ചു. പിന്നീട് ഇവരുടെ തന്നെ കർത്തയുടെ തന്നെ NBFCയുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ ഒരു പാവപ്പെട്ടവർ രക്ഷപ്പെട്ടുകൊട്ടെ എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലോൺ കൊടുത്തായി പറയുന്നു. ആ ലോൺ അടയ്ക്കാൻ തിരിച്ചു മാർഗമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ സേവനം കൊടുക്കുന്നതിനായി പൈസ കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നു സാർ. ആ കൊടുക്കുന്ന പൈസ പിന്നീട് കടമടച്ച് വീട്ടുന്നതായി കാണപ്പെടുന്നു സാർ. എന്ത് മായാലോകം. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് പറഞ്ഞ ഓരോ കാര്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു തരാം. അങ്ങയുടെ സംശയം, അങ്ങ് അറിവില്ലാത്ത വ്യക്തിയൊന്നുമല്ല, പക്ഷേ പിണറായി വിജയ ഭക്തിയുണ്ട്, ഇടതുപക്ഷ ഭക്തിയുണ്ട്. അങ്ങ് ഇതിനെ ന്യായീകരിച്ച് മെഴുകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ യാഥാർത്ഥ്യം. സാർ ചോദിക്കട്ടെ, ഇതൊരു പൊതുമേഖലാ സ്ഥാപനം വേഴ്സസ് ഒരു പ്രൈവറ്റ് സ്ഥാപനമല്ലേ? അതിൽ തെറ്റുണ്ടോ? അതിനകത്ത് രണ്ട് കമ്പനിയും തമ്മിലുള്ള ഒരു MOU ഉണ്ടാക്കി നടത്തിയ സേവനത്തിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇടതുപക്ഷം ചോദിച്ചിരുന്നല്ലേ ഹാഷിം അലി? അങ്ങനെയെങ്കിൽ ഒരു കമ്പനിക്ക് ഞങ്ങൾക്ക് പക്ഷമുണ്ട് സർ. ആ പക്ഷം കൃത്യമായ പൊതുമേഖലാ സ്ഥാപനമാണ് സർ. ഞാനും നിങ്ങളും അടങ്ങുന്ന സംസ്ഥാനത്തിന്റെ വിഹിതമുണ്ട് സാർ അതിനകത്ത്. അവരും മറ്റൊരു കമ്പനിയുമായിട്ട് ഇടപാടുണ്ടാകുന്ന സമയത്ത് ഇടപാടുകളിൽ വ്യക്തത വേണം സാർ. അവിടെ സേവനം കിട്ടാത്തൊരു കാര്യത്തിന് എന്റെയും നിങ്ങളുടെയും നമ്മുടെ സർക്കാരിന്റെയും നമ്മുടെ നാടിന്റെയും പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിമതി എന്നാണ് പറയുക സാർ. ആ പൈസ ഒരു വ്യക്തിയുടെ കീശയിൽ അനാവശ്യമായി പോയിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടുള്ള ചതിയാണ് സാർ, തെറ്റാണ് സാർ, വഞ്ചനയാണ് സാർ, അഴിമതിയുടെ വേറൊരു രൂപമാണ് സാർ. അഴിമതിയുടെ വെള്ളരൂപം എന്ന് അതിനെ പറയും. അത് അങ്ങേക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ പുസ്തകം അങ്ങൊന്ന് പഠിക്കണം. ഇതൊരു മഞ്ഞുമലയുടെ തുടക്കം മാത്രമാണ് സാർ. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട നിങ്ങളുടെ നേതാവ്, എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളോട് പുച്ഛമാണ് കേട്ടോ, അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതൊരു മാധ്യമ സൃഷ്ടിയാണ്. ശ്രീ ഹാഷിം അലി, ഇതൊരു മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മൊഴിയോ ഇങ്ങനൊരു റിപ്പോർട്ടോ ഇല്ല എന്നാണല്ലോ അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇതെന്താണ് സാർ? ഇത് ജനൻ TV മറ്റു ചാനലുകളോ മറ്റു മാധ്യമങ്ങളോ അല്ലെങ്കിൽ വീഡിയോ മറ്റു ചാനലുകളോ ഒന്നും കൊണ്ടുവന്നൊരു സൃഷ്ടിയൊന്നുമല്ല. ഇത് വീണാ വിജയൻ അടക്കമുള്ള പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് ED കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്താണ് ഈ മൊഴികളുള്ളത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ മാധ്യമ സൃഷ്ടിയാണ് എന്ന പിണറായി വിജയന്റെ ന്യായീകരണത്തെ ഇന്ന് ഈ റിപ്പോർട്ടുകൾ കൃത്യമായി വരുമ്പോൾ അത് മാധ്യമ സൃഷ്ടിയല്ല, അത് കൃത്യമായ റിപ്പോർട്ടുകൾ തന്നെയാണ്, അത് അഡ്ജസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് മുമ്പിൽ കൊടുത്തതാണ് എന്നുള്ള ബോധ്യം വരുമ്പോൾ ഇന്നലെ പറഞ്ഞ വാക്ക് വിഴുങ്ങിക്കൊണ്ടത് യാഥാർത്ഥ്യമാണ്